റോമർ 8:32 സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? എല്ലാരും പറഞ്ഞേ, പുത്രനെ ഏൽപ്പിച്ചു തന്നവൻ. പുത്രനെ ഏൽപ്പിച്ചു തന്നവൻ. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പുത്രനെ പിതാവായ ദൈവം നമുക്ക് അവൈലബിൾ ആക്കി, അല്ലേ? നമുക്ക് ഏൽപ്പിച്ചു തന്നു. പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നു. നമുക്ക് ഏൽപ്പിച്ചു തന്ന പുത്രനായ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചു. ആ കാരണം കൊണ്ട് നാം അനുഗ്രഹിക്കപ്പെട്ടു. ഇതുപോലെ നിങ്ങളുടെ സമയം, നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ മുൻപാകെ കൊടുക്കണം. എന്നിങ്ങനെ പറയാം, ദൈവത്തിന്റെ മുൻപിൽ നിങ്ങൾ എന്തൊക്കെ വിട്ടുകൊടുക്കുന്നോ, ഏൽപ്പിച്ചു കൊടുക്കുന്നോ, അതിനകത്തെല്ലാം സൂപ്പർ നാച്ചുറലായ ബ്ലെസ്സിങ്ങുകൾ ഉണ്ടാവും. പുറപ്പാട് 4 മോശയോട് ദൈവം ചോദിക്കുന്നു, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത്? മോശ പറഞ്ഞു, എൻ്റെ കയ്യിലൊരു വടിയാണ് ഇരിക്കുന്നത്. ഉടനെ ദൈവം മോശയോട് പറഞ്ഞു, നീ അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ നിലത്തിട്ടു. അതൊരു സർപ്പമായി തീർന്നു. മോശ അതിനെ കണ്ടു, ഓടിപ്പോയി. 4-ാമത്തെ വാക്യത്തിൽ വീണ്ടും മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കൈ നീട്ടി അതിന്റെ വാലിനെ പിടിക്കാന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു. അത് അവന്റെ കയ്യിൽ വടിയായി തീർന്നു. മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ട്. അത് ഒരു ഇടയന്റെ വടിയാണ്. മോശ ആടുകളെ തീറ്റുന്ന ആളായിരുന്നു. ഈ ഇസ്രായേലൊക്കെ ആടുകളെ തീറ്റാൻ പോകുമ്പോൾ അവരുടെ കയ്യിലൊരു വടി കാണും. അതിന്റെ മുൾഭാഗം ഇങ്ങനെ വളഞ്ഞിരിക്കും. എന്തിനാണെന്നറിയാമോ? ഈ ചെറിയ ഇലയും തോലും ഒക്കെ ചിലപ്പോ ആടുകൾക്ക് ഇങ്ങനെ ചായച്ചു കൊടുക്കാൻ, ദുഷ്ട മൃഗങ്ങളെ ആട്ടി ഓടിക്കാൻ, ആടുകളെ പരിപാലിക്കാൻ ഇടയന്റെ കയ്യിൽ അതുണ്ടാകും. പക്ഷെ ഒരു ദിവസം ഈ മോശയോട് ദൈവം പറഞ്ഞു, ആ കയ്യിലിരിക്കുന്ന സാധാരണ വടി, ആ റോഡ് നീ എന്റെ മുൻപാകെ ഇടാൻ പറഞ്ഞു. മോശ ഒന്നും നോക്കിയില്ല. ആ വടി മോശ ദൈവത്തിന്റെ മുമ്പിൽ ഇട്ടുകൊടുത്തു. വേദപുസ്തകം പറയുന്നു, മോശ തന്റെ ഭാര്യയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രയീം ദേശത്ത് നിന്ന് മടങ്ങി. ദൈവത്തിന്റെ വടിയും മോശ കയ്യിലെടുത്തു. ദൈവം മോശയോട് പറയുന്നു, മോശെ നിന്റെ ആ വടി എന്റെ മുമ്പിൽ ഇടാൻ പറഞ്ഞു. ദൈവത്തിന്റെ മുൻപിലേക്ക് ആ വടി ഇട്ട് കൊടുത്തു. ദൈവത്തിന്റെ മുൻപിൽ ഇട്ടുകൊടുത്ത വടിയുടെ ടൈറ്റിൽ, തലക്കെട്ട് മാറി. അതിപ്പോൾ ദൈവത്തിന്റെ വടിയായി തീർന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്നറിയോ? മോശയുടെ കയ്യിൽ മുൻപിരുന്ന വടി കൊണ്ട് ചെന്നായ്ക്കളെ വിരട്ടി ഓടിക്കാം, പാമ്പിനെ വേണമെങ്കിൽ അടിച്ചു കൊല്ലാം. പക്ഷേ ഇപ്പോൾ ദൈവത്തിന്റെ വടിയാണ് അവന്റെ കയ്യിൽ. ഈ വടി കൊണ്ട് പാമ്പിനെ അടിച്ചു കൊല്ലണ്ട, ഈ വടി പാമ്പിനെ വിഴുങ്ങും. ഈ വടി ചെങ്കടലിനെ രണ്ടാക്കും. ആ സാധാരണ വടി ഇപ്പോൾ പാമ്പിനെ വിഴുങ്ങുന്ന വടിയായി. ഈ വടി ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ചെങ്കടൽ രണ്ടാകുകയാണ്. ഇത് തീക്കൽ പാറയിൽ അടിച്ചാൽ വെള്ളം ചാടി പുറപ്പെടുകയാണ്. ഈ സാധാരണ കമ്പ്, ഈ സാധാരണ വടി അസാധാരണമായ പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിച്ചതിന്റെ കാരണം ഇത് കുറച്ച് സമയം ദൈവത്തിന്റെ മുൻപിൽ കിടന്നതാണ്. ദൈവത്തിന്റെ മുൻപിൽ നിങ്ങളെ തന്നെ നിങ്ങൾ അവൈലബിൾ ആക്കിയാൽ, ദൈവത്തിന്റെ മുൻപിൽ നിങ്ങളെ തന്നെ ഇട്ടുകൊടുത്താൽ, നിങ്ങൾ ഒരു പക്ഷെ ഇന്ന് പരാജിതനായിരിക്കും, പക്ഷെ നാളെ പരാജിതനായിരിക്കുകയില്ല. ഇന്ന് തകർന്ന വ്യക്തിയായിരിക്കും, പക്ഷെ നാളെ നിങ്ങൾ തകർച്ചയുടെ പട്ടികയിലുള്ള ആളായിരിക്കില്ല. ഇന്ന് പാപിയായിരിക്കും, പക്ഷെ നാളുകളിൽ നീ പാപികളുടെ ലിസ്റ്റിലായിരിക്കില്ല. ഇന്ന് നീ വീണവനായിരിക്കും, നാളെ നീ വീണവന്റെ ലിസ്റ്റിലായിരിക്കില്ല. ഇന്ന് നീ കടത്തിലും ദാരിദ്ര്യത്തിലുമായിരിക്കും, നാളെ നീ ആ നിലകളിൽ തുടരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ജീവിതത്തെയും നിന്റെ തലമുറയെയും എന്റെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റും.